ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലളിതാ സഹസ്രനാമത്തിലെ 14-ാമത്തെ ശ്ലോകമാണ്. കാമേശ്വര പ്രേമരത്ന മണി പ്രതിപണസ്തനി നാഭ്യാലവാല രോമാളി ലതാ ഫലകുജദ്വയി. കാമേശ്വര, കാമത്തിന്റെ ഈശ്വരനായ സാക്ഷാൽ പരമശിവനെ ഇവിടെ പറയുന്നു. പ്രേമ, ആ ഒരു സ്നേഹത്തെ, രത്നം, ആ ഒരു സ്നേഹമാകുന്ന വാത്സല്യത്തെ ഒരു രത്നമായിട്ട്, മണി, അത്രയും വിലപിടിപ്പുള്ള ഒരു മണിയായി, പ്രതിപണസ്തനി, പ്രതിഫലിക്കുന്ന ആ രൂപത്തോടു കൂടിയ ആ ദേവി, നാഭ്യാല വാള് രോമാളി. നാഭി എന്നാൽ ആ ഒരു ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണോ ഒരു മരത്തെ ചുറ്റി നിൽക്കുന്ന ആ ഒരു ചുറ്റി പടർന്നിരിക്കുന്ന ഒരു മരത്തിന്റെ ലത പോലെ, ലതാ ഫലകുജത, ലത ഇങ്ങനെ മരത്തിന് ചുറ്റും പറ്റി പടർന്ന് നിൽക്കുന്ന ആ ഒരു ഫലത്തെ എങ്ങനെയാണോ കൊടുക്കുന്നത്, അതിൻ്റെ ആ ഒരു പ്രതീതിയാണ് ആ ദേവി ആ കാമേശ്വരനെ മുഴുവനായിട്ട് ആകർഷിക്കുവാനായിട്ട് ആ ഒരു ശരീരകാന്തി, ആ ഭംഗി അങ്ങനെ ഉപയോഗിക്കുന്നത്. അതായത് ദേവിയുടെ ആ ഒരു രൂപം അത് എത്രയോ വിലപിടിപ്പുള്ള രത്നത്തോട് ഉപമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു രൂപത്തിൽ കാമേശ്വരനായ സാക്ഷാൽ പരമശിവന്റെ എല്ലാവിധ വാത്സല്യത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്നു. അതുപോലെ ദേവിയുടെ ശരീരം എങ്ങനെയാണോ ഒരു ലത പോലെ ഒരു ചെടിയിൽ ചുറ്റി പറ്റിപ്പിടിച്ച് കിടക്കുന്നു, അതുപോലെ അതിനുമായിട്ടുള്ള ഫലമായിരിക്കും ഓരോ ഒരുവിധ ഭക്തന്മാർക്കും ആ ദേവി അനുഗ്രഹം ചൊരിയുന്നത്. കാമേശ്വര പ്രേമ രത്നമണി പ്രതിപണസ്തനീനാഭ്യാലവാല രോമാളി ലതാ ഫലകുജദ്വയി. താങ്ക് യു.